അധികമാരും പറഞ്ഞു കേൾക്കാത്ത വാചകമാണിത്. പ്രവാചകനെ സ്നേഹിക്കുന്നതിനെ പറ്റിയാണ് നാം അധികവും പറഞ്ഞു കേൾക്കാറുള്ളത്. പക്ഷേ നബിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് അധിക പേരും അറിയുന്നില്ല. നബിയെ പുകഴ്ത്തി പാട്ടുപാടുക, പദ്യങ്ങൾ ചൊല്ലുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നബിയോടുള്ള സ്നേഹപ്രകടനമായി പലരും കണക്കാക്കുന്നത്. എന്നാൽ വാസ്തവം എന്താണ്? ഇവയൊന്നും പ്രവാചക സ്നേഹത്തിൻ്റെ യഥാർത്ഥ രീതിയല്ല. യഥാർത്ഥ രീതി എന്താണെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ: നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചര്യ പിന്തുടരുക. എങ്കിൽ നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. ഈ സൂക്തത്തിൽ നിന്നും കാര്യം വളരെ വ്യക്തം. നമ്മുടെ പരമമായ സ്നേഹം നൽകേണ്ടത് അള്ളാഹുവിനാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അവൻ്റെ പ്രവാചകൻ്റെ ചര്യ ജീവിത ചര്യയാക്കിക്കൊണ്ടാണ്. തൻ്റെ ചര്യ തന്നെ പിന്തുടരുന്നവർ പകർത്തുന്നതിനേക്കാൾ പ്രവാചകന് ഇഷ്ടമുള്ള മറ്റൊരു കാര്യമില്ല. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് താൻ ആരെ സ്നേഹിക്കുന്നുവോ അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. തദടിസ്ഥാനത്തിൽ പ്രവാചകചര്യ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം. ആ വിധം പ്രവാചകനെ സ്നേഹിക്കുക എന്നതാണ് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഏക മാർഗം. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭ്യമാകാനുള്ള യഥാർത്ഥ വഴി. ആകയാൽ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്ത് അള്ളാഹുവിനെ സ്നേഹിക്കുക. അതുവഴി പാപമോചനവും പരലോക വിജയവും കരസ്ഥമാക്കുക.